ചോദിക്കാനുള്ളത് LDF-ന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ എല്ലാ വർഷങ്ങളും അഭിമന്യുവിന്റെ രക്തസാക്ഷിദിനം ആചരിക്കാറുണ്ടല്ലോ. എല്ലാ ക്യാമ്പസുകളിലും വലിയ ഇതിന് ബാനർ എഴുതിയിട്ടുണ്ട് വർഗീയത തൊലയട്ടെ എന്ന്. നിങ്ങളല്ലേ നിങ്ങളുടെ ഈ ശിവൻകുട്ടിയല്ലേ SDPയുടെ ഒരു വിരുന്നിൽ പങ്കെടുത്തത്? നിങ്ങൾക്ക് ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. SDP അല്ല, വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ എല്ലാ വീട്ടിലും ഞങ്ങൾ കയറും, എല്ലാ വീട്ടിലും വോട്ട് ചെയ്യാൻ കയറും. അങ്ങനെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ SDPക്കാരൻ്റെ വീടാണ്, BJPയുടെ വീട്ടിൽ ഞങ്ങൾ വരാറുണ്ട്, RSSകാരുടെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വോട്ട് ചോദിക്കും. നിങ്ങൾ വിചാരിക്കണം ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പറ്റിക്കാൻ കൈവച്ചാൽ മതി പണി. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. അഭിമന്യുവിന്റെ വീട്ടിൽ അഭിമന്യുവിന്റെ അമ്മയെ കാണാൻ പോകുമ്പോൾ എനിക്ക് പറയാൻ സാധിച്ചു, നിങ്ങളുടെ മകനെ കുത്തിക്കൊന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ തീരുമാനമെടുത്ത് നരേന്ദ്രമോദിജിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നിട്ട് ഒരു CPM-ന്റെ പ്രതിനിധി SFIയുടെ സഖാക്കളെ നിങ്ങൾ കേട്ടാൽ പോലും തലകുനിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് പ്രസ്ഥാനം വന്നത്. ഞങ്ങൾ അഭിമന്യുവിനെ കത്തിയെടുത്ത് കുത്തിക്കൊന്ന SDPക്കാരൻ്റെ വീട്ടിൽ പോയിട്ടും ഞങ്ങൾ വോട്ട് ചോദിച്ച് ശിവൻകുട്ടിയെ ജയിപ്പിക്കാൻ എന്ത് പണിയും എടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചോ. ഇനി എന്തിനു വേണ്ടി നിൽക്കണം? ഇവിടെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.